ഹലോ, വെൽക്കം ടു ജമീല കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പോളയാണ്. അതിലേക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ വരും. വെളിച്ചെണ്ണ പാർന്ന് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് 3 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത് അതും കൂടി ചേർക്കാം. അതൊന്ന് വഴറ്റി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് വേഗം ഒന്ന് വഴറ്റി വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾക്ക് ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചത് പാരാം. മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങനെ 3 മുട്ട പാർന്ന് ഇനി 1 ഗ്ലാസ് പാല് പാരാം. അതിലേക്ക് കുറച്ച് മൈദ ഇടാം. കുറച്ച് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സിയിൽ നമ്മുടെ ഉള്ളി ഇവിടെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചച്ചായ മാറാൻ ഇനി കുറച്ച് കറിവേപ്പില ഇടാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇവിടെ മസാലയ്ക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 250 എല്ലില്ലാത്ത ചിക്കനാണ്. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ തന്നെ നമുക്കിതിലേക്ക് 2 പുഴുങ്ങിയ മുട്ട ക്രഷ് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ പോളേക്കുള്ള. ഇനി നമുക്കിത് ഒരു ഫാൻ അടുപ്പത്ത് വെക്കാം. നമ്മുടെ മുട്ടയും പാലും മൈദയും കൂടി ഇതാക്കി അടിച്ചു വെച്ചതാണ്. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചിക്കന് ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ നന്നായി ഇളക്കി കൊടുക്കാം. നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാർന്ന് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ചെറിയ തീയിലാണ് ചെയ്യേണ്ടത്. ഇതാണ് വേറെ ഒന്നും അതിന് മുകളിലൊന്നും നമുക്കത് അടച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. ചിക്കൻ പോള ഇവിടെ റെഡിയായി. ഇനി എടുത്ത് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. നമ്മുടെ ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. പോളതാ നല്ല ചൂടാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ.